അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷനും പുരോഗമന സാംസ്കാരിക ചിന്ത ജീവിതത്തിൽ കയ്യൊപ്പിട്ട പ്രതിഭാധനനുമായ ശ്രീ അശോകൻ ചെരുവിൽ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് 30 വർഷങ്ങൾക്ക് ശേഷം ഇരട്ടവാലൻ പുഴു തിന്നു തീർത്താലും നിന്റെ സ്കൂളിലെ ഗ്രൂപ്പ് ഫോട്ടോയിൽ നീ നിന്ന ഇടം കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയും എന്നെഴുതിയപ്പോൾ ഇനിയും എത്രയോ നാളുകളോ യുഗങ്ങളോ കഴിഞ്ഞാലും അക്ഷരത്തിൻ്റെ സൂര്യകാന്തി പൂക്കളെ നെഞ്ചോട് ചേർക്കുന്ന മലയാളി സമൂഹം ഉള്ള കാലത്തോളം അവർ എന്നും പേർത്തും ഓർത്തെടുത്തുകൊണ്ടിരിക്കുന്ന മലയാളത്തിൻ്റെ കാവ്യസൂര്യനായ സച്ചിമാഷ്, ആദരണീയനായ ശ്രീ CP അബൂബക്കർ, വളരെ പ്രിയങ്കരിയായ പ്രസീത ചാലക്കുടി, ലളിതാംബിക അന്തർജനത്തിൻ്റെ കുടുംബാംഗങ്ങൾ ശ്രീ രാജേന്ദ്രൻ നമ്പൂതിരി, ശ്രീമതി തനൂജ ഭട്ടതിരി, നേപ്പാളിൽ നിന്ന് മലയാളത്തിനോടുള്ള സ്നേഹത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അക്ഷരബന്ധുക്കൾ, ഈ സാഹിത്യോത്സവത്തിൻ്റെ സമാപന ചടങ്ങിലേക്ക് പലയിടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന വാക്കിനെ സ്നേഹിക്കുന്ന, അക്ഷരത്തെയും ആശയത്തെയും ഇഷ്ടപ്പെടുന്ന മനുഷ്യരെ, പരാതി പറഞ്ഞാണ് സാധാരണ എല്ലാ മലയാളികൾക്കും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാരനാണ് ഞാൻ, തിരുവനന്തപുരത്തുകാർ ഒരു വിവാഹത്തിന് പോയി പങ്കെടുത്താലും സദ്യ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അതിഗംഭീരമായ സദ്യ കഴിച്ചാലും ആദ്യം പറയുന്നത് ഒരു പരാതിയാണ്, സംഗതി കൊള്ളാം പക്ഷേ ഇലയുടെ അറ്റം കീറിയിരുന്നു എന്നോ മറ്റോ ആകും. എന്നാൽ കാതലായ ഒരു പരാതി അബൂബക്കർ മാഷിനോടും സച്ചിമാഷിനോടും പറയട്ടെ. ഒരു അക്ഷന്തവ്യമായ അപരാധം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് ഈ ഉത്സവത്തിൻ്റെ പ്രധാന കാര്യം. അത് കടുത്ത രീതിയിൽ വിമർശിക്കാൻ പാകത്തിലുള്ള പ്രശ്നങ്ങൾ, കടുത്ത രീതിയിൽ വിമർശന വിധേയമാക്കേണ്ട അപവാദങ്ങൾ ഈ ഫെസ്റ്റിവലിൽ ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു. നിങ്ങളുടെ ആ പരാജയമാണ് പത്ര, ദൃശ്യ, മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഈ സാഹിത്യോത്സവത്തിനോട് അത്രമേൽ താല്പര്യമില്ലാതെ പോയതിൻ്റെ കാരണം എന്ന് തിരിച്ചറിയുന്നതിലും നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് വർത്തമാനകാല കേരളത്തിൽ വിവാദങ്ങളോടും അപമാനകരമായ വസ്തുതകളോടും കൂടി നടത്തുന്ന ഏതുത്സവങ്ങൾക്കും മാത്രമേ ശ്രദ്ധ പതിപ്പിക്കുന്നത് കൊണ്ട് തങ്ങളുടെ TRP വർദ്ധിപ്പിക്കാൻ കഴിയൂ എന്ന് കരുതുന്ന പത്ര, ദൃശ്യ മാധ്യമങ്ങളുടെ അത്തരം നിലനിൽപ്പുകളോടുകൂടി പൊരുത്തപ്പെട്ട് കൃത്രിമമായെങ്കിലും ചില വിവാദങ്ങളോ അപമാനകരമായ വസ്തുതകളോ ഏതുത്സവത്തിലും സൃഷ്ടിക്കുവാൻ സംഘാടകർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് വേദനാകരമായ ഒന്നാണ്. അക്കാദമികമായ ഒരു പ്രഭാഷണം നടത്തുവാൻ ഇത്രത്തോളം ഗരിമയുള്ള ഒരു വേദിയിൽ പ്രാപ്തനായ ഒരാളെയല്ല ഞാൻ സച്ചിമാഷ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ ഡയസിലേക്ക് നോക്കിയപ്പോൾ സത്യത്തിൽ ഈ ഇന്റർനാഷണൽ ലിറ്റററി ഫെസ്റ്റിവൽ എന്ന വാക്ക് ആണ് കണ്ണുടക്കിയത്. കുട്ടിക്കാലം മുതൽ ഈ പ്രസംഗത്തിനോട് വല്ലാത്ത കമ്പമുള്ള കാലം മുതൽ തന്നെ ജീവിതത്തിൽ ഈ മുൻകൂട്ടി തയ്യാറെടുത്തും പഠിച്ചും പ്രസംഗിച്ചും ശീലമില്ല എന്നതുകൊണ്ടാകാം ആ വേദിയിൽ അപ്പോൾ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളാകും പ്രസംഗ വിഷയമാവുക എന്നതിനാൽ ഈ കണ്ണുടക്കിയ വാക്ക് എന്നെ ഒന്ന് ആലോചിപ്പിച്ചപ്പോൾ അവിടെ ഒരു അപാകതയുണ്ട് എന്നതാണ് തോന്നിയത്. ഒരേ ലക്ഷ്യമുള്ള രണ്ട് വാക്കുകളുടെ അല്ലെങ്കിൽ ഒരേ ലക്ഷ്യമുള്ള വാക്കുകളുടെ ആവർത്തനമാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന എൻ്റെ തോന്നലിനെ കുറിച്ച് മാത്രമാണ് ഇന്ന് സംസാരിക്കാൻ, പരിമിതമായ സമയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിൽ എവിടെയുമുള്ള ഫെസ്റ്റിവലിൻ്റെ ലക്ഷ്യം അതിപ്പോൾ സാക്ഷരോത്സവമാകണമെന്നില്ല. കാർഷികോത്സവം മുതൽ കലോത്സവം മുതൽ ചലച്ചിത്രോത്സവം മുതൽ ഈ പറയുന്ന ഓറഞ്ച് ഫെസ്റ്റിവലും ബീച്ച് ഫെസ്റ്റിവലും പൊട്ടറ്റോ ഫെസ്റ്റിവലും മുതൽ സർവ്വ ഉത്സവങ്ങൾക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം എക്സൈറ്റ്മെന്റ് എന്നത് തന്നെയാണ്. ലിറ്ററേച്ചർ എന്ന വാക്കിന് എൻ്റെ ചിന്തയിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്നോളം ഞാൻ കണ്ടിട്ടുള്ള ആത്യന്തികമായ ലക്ഷ്യമെന്ത് സാഹിത്യത്തിൻ്റെത് എന്നതിന് എനിക്ക് എന്നും കിട്ടിയിട്ടുള്ള ഉത്തരം എക്സൈറ്റ്മെന്റ് എന്ന് മാത്രമാണ്. ഈ എക്സൈറ്റ്മെന്റ് എന്നതിൻ്റെ വിവിധങ്ങളായ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ തലങ്ങൾ മാറിയിരിക്കാം.
സച്ചിമാഷ് പ്രസംഗ അവസാനത്തിൽ സൂചിപ്പിച്ചു പോയ, എന്നാൽ കാലങ്ങൾക്ക് മുൻപ് ശ്രീ ശങ്കരാചാര്യ സ്വാമി മുന്നം കാശിയിൽ പോയി കുളി കഴിഞ്ഞ് ഈശ്വരനെ കാണുവാൻ പോയപ്പോഴുണ്ടായ പേശൽദീ കേൾക്കടി യോഗപ്പെണ്ണെ അത് മോശത്തരം മാറ്റും ജ്ഞാനപ്പെണ്ണെ എന്ന് സാക്ഷാൽ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കാലം മുതൽക്ക് ഇന്നുവരെ ഒരു മോശത്തരവും മാറാത്ത സാംസ്കാരിക വരേണ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ അക്ഷരത്തെ നോക്കിക്കാണുന്നത്, വിവിധങ്ങളായ എക്സൈറ്റ്മെന്റുകളുടെ ഉള്ളടക്കത്തെ നോക്കിക്കാണുന്നത്. ഭാഷ എന്നത് ഒരു കൃഷിയിടമാണ് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ഒരുപാട് കൊയ്തെടുത്തതും ഒരുപാട് പൂവിട്ടതും കായ്ച്ചതും വിളയിച്ചതുമായ ഒരു കൃഷിയിടമാണ്. എന്നാൽ എത്രത്തോളം കൊയ്തോ അതിനേക്കാൾ കൂടുതൽ ഏറെ വിളയിപ്പിക്കുവാൻ കഴിവുള്ള ഉർവരതയും വളക്കൂറുമുള്ള മണ്ണു മര്യാദയുടെ ഉടമത്വമുള്ള ഒരു കൃഷിയിടമാണ് അഭിമാനത്തോടെ നമ്മുടെ മലയാള ഭാഷ. ആ കൃഷിയിടം, മലയാള ഭാഷ എന്ന കൃഷിയിടത്തിന്റെ സത്വങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ അടയാളപ്പെടുത്തലുകളിൽ, ആ സ്വത്വബോധത്തിൽ ഈ പറഞ്ഞ പണ്ഡിറ്റ് കറുപ്പനിൽ തുടങ്ങുന്നത് KJ ബേബിയിലും നാരായണിലും ഒക്കെ യാത്ര ചെയ്ത് നമ്മളിലേക്ക് എത്തി നിൽക്കുന്ന ഈ നിമിഷത്തിന്റെ ഇപ്പോ കഴിഞ്ഞു പോയ തൊട്ട് മുമ്പിലത്തെ സെക്കൻഡിൽ വരെ എത്തി നിൽക്കുന്ന ഈ സാംസ്കാരിക യാത്രകൾ ഉണ്ടല്ലോ, അക്ഷരം എഴുതപ്പെട്ട കാലം മുതൽ അല്ലെങ്കിൽ ചിരാമ കവികൾ മുതൽ ഇന്നോളം. ഈ സാംസ്കാരിക പ്രവർത്തനത്തിൽ എഴുത്തുകാർ എന്നതിന്, ക്ഷമിക്കണം, എൻ്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ 10% പ്രാധാന്യമുള്ളൂ. 10% എഴുത്തുകാർക്കും 90% വായനക്കാർക്കും പ്രാധാന്യമുള്ള ഒരു ദൈക്ഷണിക പ്രവർത്തനത്തിന്റെ പേരാണ് സാഹിത്യം അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്ന് ഞാൻ ഉൾക്കൊള്ളുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതും. എഴുത്തുകാരുടെ ആ പ്രാധാന്യ കുറവിന് കാരണം എഴുത്തുകാരൻ്റെത് സ്വന്തമായി ഒന്നുമില്ല എന്നതാണ്. വേനലിലെ ആദ്യത്തെ മഴ പെയ്യുകയാണിപ്പോൾ. മഴയുടെ ചില്ലുകുഴലിലൂടെ എണ്ണമറ്റ കുഞ്ഞിമാലാഖമാർ വന്നിറങ്ങി ഇലകളിൽ നൃത്തം ചെയ്യുന്നതും നോക്കി ആ ഭൂമിയിലെ പ്രക്ഷുബ്ധമായ പ്രവാസത്തെ കുറിച്ചോർത്ത് കിംജിഹായ് എന്ന് വേനൽ മഴയിൽ സച്ചിമാഷ് എഴുതിക്കഴിഞ്ഞ ആ നിമിഷത്തിൽ വേനൽ മഴ എന്ന കവിയെ സംബന്ധിച്ചിടത്തോളം സച്ചിദാനന്ദൻ എന്ന വ്യക്തി പൂർണ്ണമായി മരിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ആ പ്രക്ഷുബ്ധമായ പ്രവാസം എന്റേതാണ്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടേതുമാണ്. ആ ഓരോരുത്തർക്കും ആ പ്രക്ഷുബ്ധമായ പ്രവാസത്തിനെ കുറിച്ച് അവരുടേത് മാത്രമായ സ്വകീയ അർത്ഥങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് എഴുത്തുകാരൻ സൃഷ്ടിയോടുകൂടി ആ സൃഷ്ടിയിൽ അവസാനിച്ചു പോകുന്നതും വായനക്കാരൻ അതിന് 10,000 വ്യത്യസ്തങ്ങളായ ഭാവത്തിൽ സ്വകീയമായ ചിന്തകളാൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് കൊണ്ട് വായനക്കാരന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിനാണ് സാഹിത്യ പ്രവർത്തനമെന്നോ സാംസ്കാരിക പ്രവർത്തനമെന്നോ ഞാൻ അർത്ഥമിടുന്നത്. ഫ്രഞ്ച് സാഹിത്യ ലോകത്ത് വളരെ മേൽ ശ്രദ്ധേയനായിരുന്ന അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഘടനകളെ പലപ്പോഴും ചോദ്യം ചെയ്തിരുന്ന ആന്ത്രേ മാൽറോയ് ആണെന്ന് തോന്നുന്നു. അതെ, ആന്ത്രേ മാൽറോയ് ആണ് ആർട്ട് ഈസ് എ മ്യൂസിയം വിത്തൗട്ട് വാൾസ്, അല്ലെങ്കിൽ മതിലുകളില്ലാത്ത കാഴ്ച ബംഗ്ലാവാണ് കലയും സാഹിത്യവും എന്ന് നിർവചിച്ചത്. മതിലുകളില്ലാതിരിക്കുന്ന എക്സൈറ്റ്മെന്റ്, സാഹിത്യത്തിന്റെ ഈ ലിറ്ററേച്ചറും ഫെസ്റ്റിവലും ഉണ്ടാക്കുന്ന എക്സൈറ്റ്മെന്റ് ആണ് എങ്കിൽ ആ എക്സൈറ്റ്മെന്റുകളിൽ ഒന്ന് ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ടത് ഈ സാഹിത്യോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിച്ച് മുഖ്യപ്രഭാഷണം നടത്തുമ്പോൾ സാഹിത്യം, ഫെസ്റ്റിവൽ, ഇവ രണ്ടും സമ്മാനിക്കുന്ന എക്സൈറ്റ്മെന്റുകളിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് മതിലുകളില്ലാത്ത കാഴ്ച ബംഗ്ലാവായി കലയും മനുഷ്യനും മാറുക എന്നുള്ളതാണ്. മതിലുകളില്ലാത്ത കാഴ്ച ബംഗ്ലാവായി അക്ഷരം മാറുകയും സാഹിത്യം മാറുകയും ചെയ്യുക എന്നുള്ളതാണ്. മതിലുകളില്ലായ്മയ്ക്ക് കേരളത്തിന്റെയോ തമിഴ്നാടിന്റെയോ പഞ്ചാബിന്റെയോ ബംഗാളിന്റെയോ മതിലുകളില്ലായ്മ എന്നതല്ല, മറിച്ച് ദേശീയത എന്ന വാക്ക് അത്യന്തം അപകടകരമായ ഒരു മാനസിക വൈകൃതത്തിന്റെ അവസ്ഥയിലേക്ക് ചില അല്പബുദ്ധികളെ കൊണ്ടെത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദേശത്തിന്റെ പോലും മതിലുകളില്ലാത്ത ഒരു കാഴ്ച വസ്തുവായി അക്ഷരം മാറുക എന്നുള്ളിടത്താണ് നേപ്പാളി സഹാക്ഷര ബോധികൾ പങ്കെടുക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനം അടയാളപ്പെടുത്തേണ്ടത്. അക്ഷരങ്ങൾക്ക് മതിലുകളില്ലാത്ത ഒരു കാലത്തിന് ലക്ഷ്യമിടുന്നതാകണം
ഈ പ്രപഞ്ചത്തിൽ എവിടെയുമുള്ള, അത് 51 അക്ഷരമുള്ള മലയാളത്തിലാകട്ടെ, ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ ഭാഷയായ പപ്പുവ ന്യൂഗിനിയയിലെ ബൊഗെയിൻവില്ല ദ്വീപുകളിലുള്ള റൊട്ടോഗാസിലാകട്ടെ, ഏറ്റവും വലിയ ഖമർ ഭാഷയിലാകട്ടെ, ഏതു ഭാഷയിൽ നടത്തുന്ന അക്ഷരോത്സവങ്ങളുടെയും ആദ്യത്തെ എക്സൈറ്റ്മെന്റ് ടു ബ്രേക്ക് ഓൾ ദ വാൾസ്, അല്ലെങ്കിൽ സർവ്വ മതിലുകളും പൊളിക്കുക എന്നുള്ളതാകണം. ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാകണം. അതിപ്പോ മാവേലി മന്ത്രത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ എന്തോ പറഞ്ഞു വന്നപ്പോ അറിയാതെ ബേബിയെ കുറിച്ച് സൂചിപ്പിച്ചത് പോലും ഈ സച്ചിമാഷിന്റെ സംസാരത്തിൽ ലയിച്ചു പോയപ്പോൾ അതിൽ നിന്ന് അറിയാതെ വന്നു പോകുന്നതാണ് ദളിതന്റെ, ജാതിബോധത്തിന്റെ, ഗോത്രവർഗക്കാരന്റെ എന്നെല്ലാം നിർവചിച്ച് നമ്മൾ സ്വയം സൃഷ്ടിക്കുന്ന മതിലുകളുണ്ട്. അത് ഇല്ലായ്മയുടെ മതിലുകൾ, അപരത്വത്തിന്റെ മതിലുകൾ, ആത്മനിന്ദയുടെ മതിലുകൾ, അപരനിന്ദയുടെ മതിലുകൾ, ഇതെല്ലാം നമ്മൾ സൃഷ്ടിക്കുന്ന മതിലുകളാണ്. അറിവിന്റെ സാഹിത്യമുണ്ട്, അതും എക്സൈറ്റ്മെന്റ് ആണ്. അറിവ് എന്നത് എന്താണ്? പണ്ടൊക്കെ ഈ ക്വിസ് മത്സരങ്ങളൊക്കെ നടത്തുന്ന ആളായതുകൊണ്ട് സ്കൂളിലൊക്കെ പോയി പ്രസംഗിക്കുമ്പോഴും ഒക്കെ ആളുകൾ, അധ്യാപകർ പറയും അറിവിലും ഏറെ അറിയുന്നത് മിടുക്കാണ് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തു പുറത്തു ഉജ്ജ്വലിക്കും, കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണ് വണങ്ങിയോതിരേണം എന്ന് എഴുതിയതിനേക്കാൾ കൂടുതൽ സമർത്ഥമോ ആയി പാബ്ലോ ഫ്രയറോ തത്സുവോക്കോ കുറയോനകിയോ ഒന്നും അറിവിന്റെ സാഹിത്യത്തെ നിർവചിച്ചിട്ടില്ല. അറിവിനെ ഏറ്റവും മനോഹരമായി നിർവചിച്ചത് മലയാളിയാണ്. അതുകൊണ്ടാണ് അറിവിലും ഏറി അറിയുക എന്നാണ്. അറിവിലും ഏറെ അറിഞ്ഞാൽ മിടുക്കനാകാം, IAS കാരനാകാം ചിലപ്പോ. പക്ഷെ അറിവിലും ഏറി അറിഞ്ഞാലേ നീ മനുഷ്യനാകൂ, വക്കുടഞ്ഞ വാക്കിനുടമയാകൂ എന്ന് തെളിയിക്കാനാണ് അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കുമെന്ന് എഴുതിയത്. അതെഴുതിയ ആളിനേക്കാൾ കൂടുതൽ വലിയ ദ സയൻസ് ഓഫ് നോളജിനെ കുറിച്ച് ആഴമുണ്ടായിരുന്ന ഒരു മനുഷ്യനെ വിശ്വത്തിൽ ജനിച്ചിട്ടില്ല എന്ന് കരുതുന്നവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. ആ മനുഷ്യനാണല്ലോ തുടർന്നുള്ള വരികളിൽ എഴുതിയത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവന് സുഖത്തിനായി വരേണം എന്ന്. ഗുരുദേവൻ അറിവിനെ നിർവചിച്ചിടത്തോളം കൂടുതൽ കാതലോടെയും ആഴത്തിലും സമഗ്രമായും അറിവിനെ കണ്ട മറ്റൊരാളില്ല. അപ്പൊ അറിവിന്റെ സാഹിത്യം നമുക്കുണ്ടാക്കുന്നതും ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഈ മതിലുകളില്ലായ്മയുടെ എക്സൈറ്റ്മെന്റ് മാത്രമല്ലല്ലോ, മതിലുകളില്ലായ്മയുടെ എക്സൈറ്റ്മെന്റ് പോലെ പ്രധാനപ്പെട്ടതാണ് ഞാനില്ലാതാകുന്നതിന്റെ എക്സൈറ്റ്മെന്റ്. ഞാനില്ലാതാകുന്നിടത്തുണ്ടാകുന്നത് എന്തോ അതിന്റെ പേരാണ് ജ്ഞാനവും. ഞാനില്ലാത്തിടത്ത് മാത്രം ആരംഭിക്കുന്നതാണ് സാഹിത്യവും. മലരൊളിതിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരഴകിനെ. എന്നെ മറന്നു ഞാൻ. എന്നെ മറക്കുമ്പോൾ മാത്രം ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ പേരാണ് എഴുത്ത് എന്ന ഒരു സ്വപ്നാധിഷ്ഠിതമായ ഭാഗമുണ്ട്. അതിന്റെ മറുവശത്ത് നേരെ വിപരീതമായ, നേരെ കടുത്ത വൈപരീത്യ സ്വഭാവമുള്ള ഒന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് വായനക്കാരൻ്റെത് കൂടിയാണ് സാഹിത്യം. കാരണം ഞാൻ പറയുന്നതിനോട് 1% പോലും യോജിക്കാൻ കഴിയാത്ത എത്രയോ പേർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. എൻ്റെ ഇഷ്ടവും ആ ഇഷ്ടത്തോടുള്ള നിങ്ങളുടെ അനിഷ്ടവും തമ്മിൽ ചേരുന്ന, നമ്മുടെ അനിഷ്ടങ്ങൾ തമ്മിലുണ്ടാകുന്ന വൈവിധ്യവും വൈരുദ്ധ്യവും ഒരുപക്ഷെ വൈപരീത്യവും ചേർന്നതാണ് സാഹിത്യം. ഞാൻ എന്നെ മറന്നു എന്ന് പറയുന്ന സ്വപ്നബോധത്തിന്റെ ചങ്ങമ്പുഴയിൽ നമ്മൾ സാഹിത്യത്തെ കാണുന്നു. മനോഹരമാണത്. അതേ നമ്മൾ തന്നെയാണ് മറ്റൊരു വശത്ത് ഇറ്റാലിയൻ മാനവികതയിലെ ഏറ്റവും വലിയ വൈജ്ഞാനിക വഴികാട്ടിയാരെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ സെമറ്റീഷ്യനായ എഴുത്തുകാരനാരെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഭൂരിഭാഗം പേരും യോജിച്ച് ഉംബർട്ടോ എക്കോ എന്ന് തല ഉയർത്തി നമ്മൾ പറയുമ്പോൾ, ഉംബർട്ടോ എക്കോയുടെ ഏറ്റവും ശ്രേഷ്ഠമായതും എന്നാൽ വിമർശന വിധേയമായതുമായ പ്രതിഭാവിലാസം ഏതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ബൗദ്ധിക ജാഗ്രതയായിരുന്നു, അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ കോഷൻ ആയിരുന്നു. ഞാൻ എന്നെ മറന്നു എന്ന ഏറ്റവും മനോഹരവും നിർമ്മലവും പരാത്മകവുമായ സ്വപ്നബോധത്തിൽ ലയിച്ചു ചേരുന്ന നമുക്ക് അതേസമയം തന്നെ ബൗദ്ധിക ജാഗ്രതയുള്ള ഉംബർട്ടോ എക്കോയെ വായിക്കാനും ഫാസിസത്തിന്റെ കൃത്യമായ അടയാളങ്ങളെ കുറിച്ച് എക്കോ നടത്തിയ നിരീക്ഷണങ്ങൾ സർവകാലത്തും അത്രമേൽ കൃത്യമാണല്ലോ എന്നോർത്ത് എക്സൈറ്റഡ് ആകാനും കഴിയുന്നു. എന്നെ മറക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റ്മെന്റും സാഹിത്യമാകുന്നു. എന്നെ മറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ആനന്ദവും ഫെസ്റ്റിവലാകുന്നു. എന്നാൽ എന്നെ അറിഞ്ഞുകൊണ്ട് അപരരെ അറിയുവാൻ കാണിക്കുന്ന ബൗദ്ധികമായ ജാഗ്രതയും എക്സൈറ്റ്മെന്റ് ആണ്.
എനിക്ക് നയൻതാരയെ പരിചയമില്ലെങ്കിലും ഇവിടെ പറഞ്ഞു കേട്ടപ്പോ നോക്കൂ, അവിടെ തന്നെ ഉണ്ടായ എക്സൈറ്റ്മെന്റ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു വൗ ഫാക്ടർ ഉണ്ട്. ആ വൗ ഫാക്ടറിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്നാൽ വ്യക്തിപരമായി എന്നെ പോലുള്ള ചില ആളുകളാകട്ടെ ഈ കൃത്രിമ ബുദ്ധിയെയും ഒരു പരിധിവരെ സ്വാഭാവിക ബുദ്ധിയെയും അല്ല, മറിച്ച് അക്വയർഡ് ഇന്റലിജൻസ് അല്ലെങ്കിൽ ആർജിത ബുദ്ധിയോളം എത്തില്ല ഒരു കൃത്രിമ ബുദ്ധിയുമെന്ന് മനസ്സാക്ഷടിക്കുന്ന ഞങ്ങൾ ചിലർക്ക് ഇതിനോട് തോന്നുന്ന ഒരു ആലിംഗനമുണ്ട്. ഈ ആർജിച്ചെടുക്കുന്ന അറിവുകളോട് തോന്നുന്ന ഒരു ആലിംഗനമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്, ഒരു ഉന്മാദമുണ്ട്. അതിലുമുണ്ട് ഈ പറഞ്ഞ എക്സൈറ്റ്മെന്റ് ആണ് ലിറ്ററേച്ചറിന്റെ ഭാഗം എന്നുള്ളതാണ്. സോക്രട്ടീസിനെ കുറിച്ച് സച്ചിമാഷ് പറഞ്ഞു. ബെർത്തോൾട്ട് ബ്രെക്റ്റിന്റെ ഗലീലിയോയുടെ ദ ലൈഫ് ഓഫ് ഗലീലിയോ, അങ്ങനെ തന്നെ അല്ലേ, അതെ, ഗലീലിയോയുടെ ജീവിതത്തെ കുറിച്ചുള്ള പുസ്തകം ബെർത്തോൾട്ട് ബ്രെക്റ്റ് എഴുതിയിരിക്കുന്ന ചോദിക്കുന്നത് അല്ലേ സർ, ദ ലൈഫ് ഓഫ് ഗലീലിയോ എന്ന് തന്നെ അല്ലേ സച്ചിമാഷ്, ബ്രെക്റ്റിന്റെ ലൈഫ് ഓഫ് ഗലീലിയോ അല്ലേ, ദ ലൈഫ് ഓഫ് ഗലീലിയോ. അതിൽ ബ്രെക്റ്റ് ഗംഭീരമായൊരു പരാമർശം നടക്കുന്നുണ്ട്. ഇത്ര കാലം മുമ്പ് എവിടെയാണെന്ന് നോക്കണം. തൃശ്ശൂരില് ഇന്ന് 2025 ഓഗസ്റ്റ് മാസത്തിൽ ഇപ്പോഴും റിലവന്റ് ആണ്. മറ്റൊരു ദേശത്ത് മറ്റൊരു ഭാഷയിൽ എവിടെയാ മതിലുകൾ? ബ്രെക്റ്റ് ചോദിച്ചത് ഇതാണ്. ഭീതി വല്ലാതെ പിടിമുറുക്കുമ്പോ ദൈക്ഷണിക പ്രവർത്തകരുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന ചോദ്യത്തിന് ഒരു മറുപടിയേ ഉള്ളൂ: സത്യം അന്വേഷിക്കുകയും പുറത്തു പറയുകയും ചെയ്യുക. ഇതാണ് ബെർത്തോൾട്ട് ബ്രെക്റ്റ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തെ കടത്തുകയും ചെയ്യണമെന്നും കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഗലീലിയോ സത്യത്തെ പിന്നെ യൂറോപ്പിലേക്ക് കടത്താൻ നിർബന്ധിതനായതാണ് ഭീതി പിടിമുറുക്കിയപ്പോ. ഭീതി പിടിമുറുക്കുന്ന ഒരു കെട്ടകാലത്തിന്റെ നടുവിൽ ഈ രാജ്യത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരന്റെ ദൈക്ഷണിക പ്രവർത്തകന്റെ ആയുധമായവന്റെ ദൗത്യം സത്യം പറയുക എന്നുള്ളതാണ്. എനിക്ക് ഈ ദിവസം സത്യത്തിൽ ഇനി പ്രസംഗിക്കുന്നില്ല എന്ന് തോന്നി സച്ചിമാഷന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരൊറ്റ കാര്യം പറഞ്ഞപ്പോ. കാരണം ഇനി 1 മണിക്കൂർ ഞാൻ നിരന്തരമായി പ്രസംഗിച്ചാലും ആ പറയുന്ന സർവ്വകാര്യങ്ങളും ഒരൊറ്റ വാചകം ഉദ്ധരിച്ച് അദ്ദേഹം അവസാനിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന്. കാര്യം ഈ പറയുന്നതെല്ലാം ഒരൊറ്റ വാചകത്തിൽ എന്ത് മനോഹരമായാണ് അദ്ദേഹവും നമ്മളുമൊക്കെ നെഞ്ചേറ്റുന്ന UR അനന്തമൂർത്തി പറഞ്ഞതായി സച്ചിമാഷ് പറഞ്ഞത്. ഇന്ത്യയിലെ ബഹുലതയെ, ഇന്ത്യയിലെ പലമയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ത്യയുടെ ഐക്യം ഇങ്ങനെ വെളിപ്പെടുന്നു. ഇന്ത്യയുടെ ഏകതയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യയിലെ ബഹുത്വം പലമൈത വെളിപ്പെടുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ മനോഹരമായ ഒരു എക്സൈറ്റ്മെന്റ് ഇന്ത്യൻ സാഹിത്യത്തിന്റെ, അദ്ദേഹം പറഞ്ഞത് ഭാരതീയ സാഹിത്യത്തിന്റെയാണ്. ഞാൻ പറയുന്നത് ഭാരതത്തിന്റെ എന്ന് കൂടിയാണ്. ഇടയ്ക്കാരോ ചോദിച്ചു, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ എന്ന വാചകത്തിനെ ഒറ്റ വാക്കിൽ നിർവചിക്കാൻ, അഭിമാനത്തോടെ നിർവചിക്കാൻ പറഞ്ഞാൽ എന്ത് പറയും എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു വാചകമേ ഉള്ളൂ. അത് ഞാൻ ചാനൽ പ്രോഗ്രാമിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയെ അഭിമാനത്തോടെ നിർവചിക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ പറയാൻ എനിക്ക് കഴിയുന്ന ഏറ്റവും ആദ്യത്തെ വാചകം, ഇന്ത്യയിലെ മാത്രമല്ല ഈ വിശ്വത്തിലെ മുഴുവൻ സമസ്ത സിഖ് മത വിശ്വാസികളുടെയും ഏറ്റവും പരമോന്നത തീർത്ഥാടന കേന്ദ്രമായ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന് അടിക്കല്ലിട്ടതാരെന്ന് ചോദിച്ചാൽ അത് ഗുരുനാനക്കോ ഗോവിന്ദ് സിംഗോ തേജ് ബഹാദൂറോ അല്ല, മറിച്ച് ബാബ മീർ മുഹമ്മദ് സാഹിബ് എന്ന ഇസ്ലാം സൂഫി സന്യാസിയാണ് എന്ന മതേതര പലമയുടെ നിർവചനത്തിന്റെ പേരാണ് ഇന്ത്യ. എന്ന് ഇന്ത്യയെ നിർവചിക്കുന്നതിലാണ് അഭിമാനം തോന്നുന്നത് എന്നാണ്. അപ്പോൾ വർത്തമാനകാലത്തിൽ നിന്ന് ഭാരതീയ സാഹിത്യത്തെ മാത്രമല്ല ഈ രാജ്യത്തെ നോക്കിക്കാണുമ്പോഴും നമുക്ക് ചില എക്സൈറ്റ്മെന്റുകൾ ഉണ്ടാകും. ഈ എക്സൈറ്റ്മെന്റുകളെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ വേദനിപ്പിക്കുന്ന എക്സൈറ്റ്മെന്റുകളും ഉണ്ടാകും. അതും സാഹിത്യം തന്നെ. വല്ലാതെ സ്വയം ചോദ്യം ചെയ്ത് സ്വയം വീണ്ടും വീണ്ടും ആത്മസംവാദത്തിൽ ഏർപ്പെട്ട് ഒത്ത നേരുകളുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളും നിശബ്ദരായി പോകുന്നല്ലോ എന്ന് ആലോചിച്ച് ഓരോ നിമിഷവും സെൽഫ് ഡിബേറ്റിന് വിധേയരായി ഉത്തരം നഷ്ടപ്പെട്ടു പോകുന്ന നമുക്ക് ചിലപ്പോ ആ ചോദ്യം ചെയ്യലുകൾക്ക് ഉത്തരമില്ലാതായി പോകുന്നല്ലോ എന്ന മൂഢതയിൽ സ്വയം തോന്നുന്ന ആത്മനാശവും ആത്മരോഷവും ഒക്കെ പ്രതിരോധം തീർക്കാൻ കഴിയാതെ പോകുമ്പോഴുണ്ടാകുന്ന ജഡത്വവും ഒക്കെ അതും ഉണ്ടാക്കുന്നു ഒരു എക്സൈറ്റ്മെന്റ്. മരിച്ചുപോയ ഒരു കരിങ്കൽ കഷണത്തിനുമുണ്ട് അതിൻ്റെ എക്സൈറ്റ്മെന്റ് എന്നാണ്. ഈ ഗോട്ടിമാലയുടെ ചരിത്രത്തില് അടയാളപ്പെടുമ്പോൾ റിഗോബർത്തോ മൻചുവിനെ പോലുള്ള വളരെ പ്രശസ്തരായ ആക്ടിവിസ്റ്റുകളൊക്കെ ഉണ്ട് എങ്കിലും
അക്ഷരത്തെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് ഗോട്ടിമാല എന്ന പേര് കേൾക്കുമ്പോൾ ഹൃദയത്തിലേക്ക് ആദ്യം ഓടി വരുന്ന പേര്, പകരക്കാരില്ലാതെ ഓടി വരുന്ന പേരാണ് മിഗ്വേൽ എസ്റ്റൂറിയസിൻ്റെത്. മിഗ്വേൽ എസ്റ്റൂറിയസിന്റെ നോബൽ സമ്മാനിതനായ അദ്ദേഹത്തിന്റെ ഏറ്റവും ഗംഭീരമായ കാലാതിവർത്തിയായ പുസ്തകത്തിന് സെനോർ എൽ പ്രസിഡന്തെ എന്ന ഭാഷ എന്ന് എഴുതപ്പെട്ട പുസ്തകം, അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞാൽ ദ പ്രസിഡന്റ് എന്ന പുസ്തകം. ഈ പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹം അന്നത്തെ ഗോട്ടിമാലയുടെ ക്രൂരമായ സ്വേച്ഛാധിപത്യ പട്ടാള ഭരണത്തിന്റെ കെടുതികൾക്കിരയായി അറിഞ്ഞോ അറിയാതെയോ കൊല്ലപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷ നേടുവാൻ പലായനം ചെയ്താണ് വിദേശത്തിരുന്ന് പുസ്തക രചന നടത്തുകയും പിന്നീട് ഏറെക്കുറെ സ്വതന്ത്രമാക്കപ്പെട്ട തൻ്റെ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തതാണ് എസ്തൂറിയസ്. അപ്പൊ ഈ എസ്തൂറിയസ് ദ പ്രസിഡന്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതുമ്പോൾ എസ്റ്റൂറിയസിന്റെ ആ പുസ്തകത്തിനകത്ത് പറയുന്ന അതിഗംഭീരമായ ഒരു പരാമർശമുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ച് അറിയുന്നതും ഈ പുസ്തകം വായിക്കാൻ പ്രേരിതനാകുന്നതും ഈ പുസ്തകം വായിച്ച് ഈ പരാമർശം കേട്ട് അതിലുമുണ്ടല്ലോ എക്സൈറ്റ്മെന്റ് എന്ന് തിരിച്ചറിയുന്നതിനും ഒക്കെ കാരണക്കാരൻ സത്യത്തിൽ ഞാനിപ്പോൾ ലളിതാംബിക അന്തർജനത്തിന്റെ പേരിൽ ലൈബ്രറി ഉണ്ട്, ആ ലൈബ്രറിയിൽ എത്രത്തോളം പുസ്തകങ്ങളുണ്ടെന്ന് CP സാർ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് അദ്ദേഹത്തെ കുറിച്ചാണ്. കൃഷ്ണൻ നായർ സാറാണ്, M. കൃഷ്ണൻ നായർ സാർ. ഞാൻ 17-18 വയസ്സുള്ളപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ കാലത്ത് സാഹിത്യ വാരഫലത്തിൽ കൃഷ്ണൻ നായർ സാർ എഴുതിയിരുന്നപ്പോഴാണ് സത്യത്തിൽ എസ്തൂറിയസിനെ കുറിച്ച് അറിഞ്ഞ് ആ പുസ്തകം എടുത്ത് വായിക്കണമെന്ന് ആഗ്രഹം തോന്നി. പഴവിള രമേശനോട് പറഞ്ഞപ്പോൾ പഴവിളയുടെ ലൈബ്രറിയിൽ നിന്ന് ഈ പുസ്തകം എടുത്ത് തരുന്നതാണ് അന്ന്. അപ്പൊ അതിനകത്ത് ഇദ്ദേഹം എഴുതിയിരിക്കുന്ന സംഗതി ഇതാണ്: മരണം കടന്നു വരും, ദുരന്തം കടന്നു വരും, അല്ലെങ്കിൽ ദുരന്തത എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ദുരന്തതയും കടന്നു വരും. എഴുത്തുകാരൻ അല്പപ്രാണിയാണ്. അവന്റെ പ്രതീക്ഷ എന്നെങ്കിലും മരണത്തെയും, അവന്റെ അല്ല മറ്റുള്ളവരുടെ അടക്കമുള്ള മരണത്തെയും ദുരന്തതയെയും ചെറുക്കാൻ പേനയ്ക്ക് കഴിയും എന്നത് മാത്രമാണ് എന്നാണ്. സത്യത്തിൽ മരണത്തെയും ദുരന്തതയെയും ചെറുക്കാൻ പേനയ്ക്ക് കഴിയും എന്നുള്ളത് എഴുത്തുകാരന്റെ പ്രതീക്ഷയല്ല, പേനയ്ക്ക് മാത്രമേ കഴിയൂ. അത് പക്ഷേ ഈ കേവലമായ ഇങ്ങനെ മിടിപ്പ് കുറെ കാലം വെറുതെ നിഷ്ഫലമായി മിടിച്ചിട്ട് മിടിപ്പ് നിലച്ചു പോകുന്ന ഹൃദയത്തിന്റെ നിലയ്ക്കലിലുള്ള മരണത്തെയല്ല, ഒരു നാടിന്റെയോ ഒരു സംസ്കാരത്തിന്റെയോ ഒരു ഭാഷയുടെയോ മാത്രമല്ല, അതിനുമപ്പുറം മനുഷ്യൻ എന്ന വംശത്തിന്റെ മരണത്തെ തടയുവാൻ കഴിയുന്ന ഏക മരുന്നിന്റെ പേരാണ് പേന. കാരണം മനുഷ്യൻ ജനിച്ചത് ബെക്ടർ ഡിഫർ ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തം അനുസരിച്ചാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. അതിപ്പോ ആസ്ട്രലോപിത്തക്കസും ഹോമോ ഇറക്ടസും ക്രൊമാഗ്നനും ഹോമോ ഇറക്ടസും കഴിഞ്ഞ് ഹോമോ സാപ്പിയനായപ്പോ മനുഷ്യൻ ഉണ്ടായി, അതൊക്കെ സമ്മതിക്കാം. എന്നാൽ ആദ്യത്തെ മനുഷ്യൻ ജനിച്ചതെന്ന് എന്ന ചോദ്യത്തിന് മനോഹരമായ ആ ഉദ്ധരണിയാണ് പലപ്പോഴും എനിക്കും ശരിയായ മറുപടി തോന്നിയിട്ടുള്ളത്. അതിതാണ്: Man continued to be an ape and ceased to be an ape on the day the first book was written in the face of the globe എന്നാണ്. മനുഷ്യൻ വാലുപോയിട്ടും രൂപം കൊണ്ട് ഈ പറഞ്ഞതുപോലെ ഹോമോസാപ്പിയനായിട്ടും മനുഷ്യൻ ജനിച്ചില്ല എന്നാണ്. വാലുപോയിട്ടും വാനരൻ നരനായില്ല, വാനരനായി തന്നെ തുടർന്നു. വാനരനിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ നരൻ, ആദ്യത്തെ മനുഷ്യൻ പിറന്നത് ലോകത്തിലെ ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ട ദിവസത്തിൽ മാത്രമാണ് എന്ന ചരിത്രത്തിലെ ആ ഉദ്ധരണിയോടാണ് പ്രിയം. അതുകൊണ്ട് ആ മനുഷ്യനുണ്ടല്ലോ, അന്ന് ജനിച്ച ആ മനുഷ്യന്റെ വംശം നിലനിർത്തുവാൻ, അതിനുള്ള മരണത്തെ തടയുവാൻ കഴിയുന്ന ഈ പ്രപഞ്ചത്തിലെ ഏക മരുന്നും ഏക ആയുധവും പേനയാണ് എന്ന് തിരിച്ചറിയുന്ന എഴുത്തുകാരന്റെ പ്രതീക്ഷയ്ക്കുണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ്. സച്ചിമാഷ് പ്രസംഗിച്ച് അവസാനിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഉണ്ടാകില്ല, പക്ഷെ നിങ്ങളുണ്ടാകും എന്ന തിരിച്ചറിവിൽ അദ്ദേഹത്തിന്റെ വാക്കിലുണ്ടായ ഒരു ഹർഷമുണ്ട്. അതാണ് എക്സൈറ്റ്മെന്റ്. അത് നാളെ എന്ന ഒന്നുണ്ട് എങ്കിൽ അക്ഷരം അമരമായി നിലനിൽക്കും എന്ന ബോധ്യമുള്ള മനുഷ്യർ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഹോമോസാപ്പിയരല്ല, മനുഷ്യൻ ഉണ്ടാകുമെന്ന ഹർഷമാണ്. അത് പ്രതീക്ഷയുടേതാണ്. കുറുപ്പസാറ് ഈ നമ്മളെല്ലാം നേരത്തെ പറഞ്ഞ ഭീതിയുടെ തടവറയിൽ ഉള്ളപ്പോൾ ധൈഷണിക പ്രവർത്തകർക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നതിന് യുദ്ധം ചെയ്യുകയും പ്രതിരോധിക്കുകയും എന്ന ഉത്തരം എസ്തൂറിയാസ് പറഞ്ഞതുപോലെ
കുറുപ്പ് സാറ് പറഞ്ഞത് പോസിറ്റീവ് ആവുക എന്നാണ്, ഓപ്റ്റിമിസ്റ്റിക് ആവുക എന്നാണ്. ശുഭാപ്തി വിശ്വാസം നിലനിർത്താൻ പ്രേരിപ്പിക്കുക എന്നതാണ്, അതിലൊരു എക്സൈറ്റ്മെന്റ് കണ്ടെത്തുക എന്നതാണ്. വീണു പോകുമ്പോഴും ഓരോ തവണയും കൂടുതൽ കൂടുതൽ താഴേക്ക്, കൂടുതൽ കൂടുതൽ ഇരുട്ടിലേക്ക്, കൂടുതൽ കൂടുതൽ തീയിലേക്ക്, ശലഭങ്ങളെ ഈയലുകളെ എന്നതുപോലെ നമ്മുടെ സ്വപ്നങ്ങളും ചിന്തകളും സ്വാതന്ത്ര്യ ബോധവും മതേതര മനസ്സും വീണു പോകുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുക പോസിറ്റീവായി എന്നതാണ്. മാമ്പൂ പേടിയാണെന്ന് പറഞ്ഞപ്പോ മാമ്പൂ ഉരുക്കുന്ന വേനലിനെ, കണ്ണിമാങ്ങകൾ തല്ലിക്കൊഴിക്കുന്ന കാറ്റിനെ, പൂവാങ്കുരുന്നിലരിക്കും പുഴുവിനെ, പ്രാവിൻ കുരുന്നിനെ റാഞ്ചും പരുന്തിനെ, കുഞ്ഞിന്റെ പൊക്കിളിൽ നോക്കിയിരുന്നതിൻ കന്നി ഇളം ചോരയുറ്റുന്നൊരൊന്തിനെ, പോത്തിൻ പുറത്തു വന്നെത്തുന്ന രൂപത്തെ ഓർത്തു നടുങ്ങും കിടാങ്ങൾ നാം ഇപ്പോഴും എന്നുള്ള ഭയം എഴുതിയപ്പോഴും അദ്ദേഹം ശാർഗപക്ഷികളിൽ എഴുതിയത്, എങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നില്ലിതുവരെ എന്നാണ്. കർക്കിടക കരിവാവിൽ തെളിവുറ്റ ചിങ്ങപ്പുലരിയെ, സാന്ദ്രമൗനങ്ങളിൽ സംഗീതധാരയെ, കാളും വിശപ്പിലും നല്ലോണം ഉണ്ണുന്ന നാളിനെ നമ്മൾ കിനാവ് കാണുന്നു, കിനാവുകൾ നമ്മളെ കൈപിടിച്ചെങ്ങോ നടത്തുന്നു. ഈ ഓണം വരികയാണല്ലോ, അത് അസീറിയൻ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നതാണ്, തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നതാണ്, മറ്റൊരു ദ്രാവിഡ ബോധ്യത്തിൽ ഉണ്ടായതാണ് എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊക്കെ പണ്ട് തൊട്ടേ കേട്ട് പരിചയിച്ച് ശീലിച്ച മിത്തോ റിയാലിറ്റിയോ ആയ ഈ ഓണം എന്ന സങ്കല്പം തന്നെ ഈ നാട്ടിലെ അക്ഷരബോധത്തിന്റെ ഒരു വലിയ, ഈ സാംസ്കാരിക ബോധ്യങ്ങളുടെ ഒരു വലിയ നിർവചനമായി മാറുന്നു. കാരണം ഈ പറഞ്ഞ, ഞാൻ ആദ്യവും ഫെസ്റ്റിവൽസിനെ കുറിച്ച് പറഞ്ഞല്ലോ, മറ്റ് ഫെസ്റ്റിവലുകൾക്കെല്ലാം ഈ പൊട്ടറ്റോ ആകട്ടെ, പിങ്ക് ആകട്ടെ, എന്ത് ഫെസ്റ്റിവൽ ആയാലും ഒന്നുകിൽ ദൈവം വിജയിച്ചതിന്, അല്ലെങ്കിൽ രാജാവ് വിജയിച്ചതിന്, അതല്ലെങ്കിൽ ഒരു ഗോത്രവർഗം വിജയിച്ചതിന്, അതല്ലെങ്കിൽ പിങ്ക് ഫെസ്റ്റിവൽ പ്രണയം വിജയിച്ചതിന്, ഇങ്ങനെ വിജയം ആഘോഷിക്കുന്ന ഫെസ്റ്റിവലുകൾ ലോകത്തിൽ ഒരുപാടുള്ളപ്പോ ഈ ലോകത്തിൽ ഒരു നാട്ടിൽ, ഒരു ജനതയിൽ, ഒരു ഭാഷയിൽ മാത്രമാണ് വിജയിച്ചവന്റെ ഉത്സവമല്ല, മറിച്ച് ആര് ചവിട്ടിത്തഴുത്തിലും ഇരുളിൻ പാതാളത്തിൽ ഒരിക്കലും ഏതോ പൂർവസ്മരണയിൽ ആഹ്ലാദത്തിൻ ലോകത്തെത്തും മാനവ ഹൃദയം എന്ന് പാടിയ സുധപരിച്ചറിന്റെ വരികൾ പോലെ ചവിട്ടിത്താഴ്ത്തിയ വാമനന്റെ പാദത്തെ പോട്ട് പുല്ലെന്ന് പാടെ തിരസ്കരിച്ച് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട മാവേലിയുടെ തിരിച്ചുവരവിനെ നെഞ്ചേറ്റി പിടിച്ച് വീണുപോയവരുടെ മടങ്ങിവരവാണ് തങ്ങളുടെ ദേശീയോത്സവത്തിന്റെ കൊടിയടയാളം എന്ന് പ്രഖ്യാപിച്ച ഒരൊറ്റ ജനതയുള്ളത് കേരളം, അല്ലെങ്കിൽ നമ്മുടെ നാട്, മലയാളം എന്ന നമ്മുടെ ഭാഷയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫെസ്റ്റിവലിന് അങ്ങനെയും ഉണ്ടൊരു എക്സൈറ്റ്മെന്റ്. വീണുപോയവരുടെ തിരിച്ചുവരവ്, വീണുപോയവന്റെ ഭാഷ കൂടിയാണ്, അവന്റെ തിരിച്ചുവരവാണ് സാഹിത്യം അടയാളപ്പെടുത്തപ്പെടുന്നത് എന്നാണ്. അത് ഈ ആധുനിക കാലത്തിൽ എത്തി നിൽക്കുന്ന അവസാനത്തെ അക്ഷരത്തിൽ വരെ ഒരിരുട്ടിൽ നിന്നും തിരികെ വെളിച്ചത്തിലേക്ക് മടങ്ങി വരും എന്ന പ്രതീക്ഷയുണ്ട്. എക്സൈറ്റ്മെന്റ് അങ്ങനെയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. എക്സൈറ്റ്മെന്റ് ആണ് ഫെസ്റ്റിവൽ, എക്സൈറ്റ്മെന്റ് ആണ് ലിറ്ററേച്ചർ. അത് തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഈ കമാനത്ത്, ഈ പേരുകൾ ലിറ്ററേച്ചറും ഫെസ്റ്റിവലും ഒരുമിച്ച് വേണ്ടെന്ന തോന്നൽ മനസ്സിൽ തോന്നിപ്പോയ ഒരു അപക്വതയാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, എക്സൈറ്റ്മെന്റിനേക്കാൾ വലിയ സാഹിത്യമുണ്ടോ? നമ്മളൊക്കെ കവിതകൾ ഇഷ്ടപ്പെടുന്നവരാണ്. കുട്ടിക്കാലം മുതൽ നിങ്ങളെപ്പോലെ ഞാനും ഈ നമ്മുടെ ഭാഷയിലെ കാവ്യ പൂക്കളെ അത്രമേൽ മണപ്പിച്ചും ചൂടിയും വായിച്ചും ചേർത്ത് പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പക്ഷേ ഈ കവിത എന്ന നിർവചനമില്ലാത്ത കാവ്യ എക്സൈറ്റ്മെന്റുകളില്ലേ, ഉൾപ്പുള്ളകങ്ങളില്ലേ? അതിപ്പോ ഒരുപാട് തരത്തിൽ നമുക്ക് എക്സൈറ്റ്മെന്റ് വരാം. വാഴക്കുല വായിച്ചപ്പോൾ തോന്നുന്ന പ്രതികാരത്തിന്റെ എക്സൈറ്റ്മെന്റ് നമുക്കുണ്ടാകാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വേനൽ മഴ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഭൂമിയിലെ പ്രക്ഷുബ്ധമായ പ്രവാസം എന്ന വാക്ക്, എന്ന പ്രയോഗത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയുടെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതൊരു അസ്വസ്ഥതയാണ് ജനിപ്പിക്കുന്നത്. അസ്വസ്ഥതയ്ക്കുമുണ്ട് എക്സൈറ്റ്മെന്റ്. ഓരോ വായനയിലും നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. മനോഹരമായ ഒരു കഥ വായിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകും, കടൽ തീരത്ത് വായിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ കൈകൾ പൂട്ടപ്പെട്ടുപോയ ഒരു നൊമ്പരത്തിന്റെ എക്സൈറ്റ്മെന്റ് ഇല്ലേ? എല്ലാ കൃതികളിലും എക്സൈറ്റ്മെന്റ് ഉണ്ട്. നിശ്ചിതമായ ചില പരിഹാസ ബോധ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തിളപ്പിച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അക്ഷരങ്ങളുടെ എഴുത്തോലയുമായി പിറന്ന സാക്ഷാൽ ബേപ്പൂർ സുൽത്താൻ. ഞാൻ ഈയിടെ വായിച്ച ഏറ്റവും മനോഹരമായ കവിത ഏതെന്ന് എന്നോട് ചോദിച്ചാൽ ആ കവിതയിൽ ഞാൻ അറിഞ്ഞതും ഒരു എക്സൈറ്റ്മെന്റ് ആണ്.
എൻ്റെ നാട്ടിൽ മലയാളം കേരളം എന്ന ഈ നാട്ടിലെ സർവ്വ മലയാളികളും അത് വായിച്ച് എക്സൈറ്റഡ് ആയി. ഞാൻ അതുകൊണ്ട് തന്നെ 2 ദിവസങ്ങൾക്ക് മുമ്പ് രാത്രി ഒരുപാട് വൈകി ഉറങ്ങുന്നത് കൊണ്ടാകാം, രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാനിങ്ങനെ ഈ ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് കണ്ണടച്ച് കിടന്ന് കഴിയുമ്പോൾ എനിക്ക് തോന്നി, ഈ കുറേ കാലങ്ങൾക്കിടയിൽ ഞാൻ വായിച്ച ഏറ്റവും മനോഹരമായ കവിത ഇതാണല്ലോ എന്ന്. നോക്കൂ, ആശ്വാസത്തിൻ്റെ സത്യസന്ധമായ മാനവിക ബോധ്യങ്ങളുടെ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. ഞാൻ ഈയിടെ വായിച്ച ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയ കവിത ഒരു കവി എഴുതിയതായിരുന്നില്ല, അതാരും എഴുതിയതേ ആയിരുന്നില്ല. അത് 2 പേർ പരസ്പരം നിർത്തിയ ഒരു സംഭാഷണത്തിനൊടുവിലെ ഒരു വാചകമായിരുന്നു. ആ വാചകം മാത്രം പിന്നീട് ഞാൻ 3 തവണ ആവർത്തിച്ചപ്പോൾ അതിനേക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്ന കവിതയില്ലല്ലോ. ആശ്വാസം നമ്മളിൽ ഉണ്ടാക്കുന്നതും എക്സൈറ്റ്മെന്റ് ആണ്. അത് തിരിച്ചുവരവിൻ്റെ മടങ്ങിവരവിൻ്റെ ഫെസ്റ്റിവലുമാണ്. അതുകൊണ്ടാകണം, എനിക്കത് തൃശ്ശൂരുകാരനാണല്ലോ രാമേട്ടൻ, അതുകൊണ്ട് ആ 2 പേർ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് കഴിഞ്ഞ കാലത്ത് ഞാൻ മലയാളത്തിലെ ഏറ്റവും മികച്ച കവിത വായിച്ചത്. അത് വരമൊഴിയിലായിരുന്നില്ല, വായ്മൊഴിയിലായിരുന്നു. അതിതാണ്. ആദ്യ ഭാഗങ്ങൾ വിടാം, അവസാനത്തെ ആ 2 വരി മാത്രം പറയാം. ഞാൻ എന്തിനാ വിളിച്ചത് എന്ന് നീ എന്നോട് ചോദിച്ചില്ലല്ലോ. ആട്ടെ, എന്തിനാ വിളിച്ചത്? ഞാൻ ആ അവസാനത്തെ ടെസ്റ്റും പാസ്സായടാ എന്ന്. ഈ 3 വരികളാണ് ഒരു കവിതയായി എന്നെ ഈയിടെ എത്രമേൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. ശ്രീ മമ്മൂട്ടിയും വി കെ ശ്രീരാമനും തമ്മിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ടെലിഫോൺ സംഭാഷണമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ അവസാനത്തെ ടെസ്റ്റും പാസ്സായടാ എന്ന വരികളിലുള്ള വീണ്ടെടുപ്പിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് സാഹിത്യമാണ്. തിരിച്ചുവരവിന്റെ ആശ്വാസത്തിന്റെ എക്സൈറ്റ്മെന്റും സാഹിത്യമാണ്. പ്രതിരോധത്തിന്റെ എക്സൈറ്റ്മെന്റിന്റെ അഗ്നി കെടാതെ പ്രതിരോധത്തിലൂടെ നമുക്ക് വീണ്ടെടുക്കുവാൻ കഴിയും ആശ്വാസത്തിന്റെ എക്സൈറ്റ്മെന്റുകൾ എന്ന് നിർവചിക്കുന്ന ഒരു പല ദിനങ്ങളുടെ മഹാസമ്മേളനത്തിന് സമാപ്തി ഉണ്ടാകുന്ന ഈ സന്ധ്യയിൽ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കെട്ടുപോകാത്ത എക്സൈറ്റ്മെന്റുകളുടെ ഉൾപുളകങ്ങളുടെ നിലവിളക്കുകൾ കൊളുത്തി വയ്ക്കുവാൻ കേരള സാഹിത്യ അക്കാദമിക്ക് ഈ ഉത്സവത്തിലൂടെ, അക്ഷരോത്സവത്തിലൂടെ കഴിയുന്നതിൽ ആത്മാർത്ഥമായി ആഘോഷിച്ചാഹ്ലാദിച്ച് ശ്രീരംഗം ശ്രീനിവാസലു ശ്രീസയുടെ ഈ നേനു സൈതം പ്രപഞ്ചാഗ്നിക്ക് സൈതനൊക്കട്ടി ആഹുതിച്ചാനു, നേനു സൈതം വിശ്വവൃഷ്ടിക്ക് അശ്രുവൊക്കട്ടി ധാരഘോഷാനു എന്നുള്ള വരികളുടെ ബോധ്യം തന്നെയാണ് സച്ചിമാഷ് അവസാനം നിങ്ങളോട് യാത്ര പോലെ പറഞ്ഞത്. അത് ഇതാണ്, പ്രപഞ്ചത്തിൽ ഒരഗ്നി ഉണ്ടാകും, മുന്നോടിയായി സൈതനൊക്കട്ടി ആഹുതിച്ചാനു, ഒരു ചെരാത് ഞാനും കൊളുത്തി വെച്ചോട്ടെ, പ്രപഞ്ചത്തിൽ വിശ്വവൃഷ്ടിക്ക് അശ്രുവൊക്കട്ടി ധാരഘോഷാനു, പെയ്യാനിരിക്കുന്ന മഹത്തായ മഴയ്ക്ക് മുന്നോടിയായി കണ്ണുനീരൊഴുക്കിക്കോട്ടെ എന്ന്. സാരഥികളും മനുഷ്യരും എഴുത്തുകാരും ഒക്കെ ഇങ്ങനെ വന്നു പൊയ്ക്കൊണ്ടേയിരിക്കും. അവർ ഭൗതികമായ ഉടലടയാളങ്ങൾ ബാക്കിയാക്കാതെ മാഞ്ഞുപോയിക്കൊണ്ടേയിരിക്കും. വായനക്കാരും മാഞ്ഞുപോയിക്കൊണ്ടേയിരിക്കും ഭൗതികമായി. പക്ഷെ അതിനും അപ്പുറത്ത് എഴുതുന്ന 10% എന്ന എഴുത്തും 90% എന്ന വായനയും തമ്മിലുള്ള ഈ പാരസ്പര്യം ഉണ്ടല്ലോ, പങ്കുവെച്ചങ്ങനെ സഞ്ചരിക്കുന്ന അവസ്ഥ, ആ പങ്കുവയ്പ്പിന് അവസാനം ഉണ്ടാകില്ല. സാഹിത്യ അക്കാദമിയുടെ നാളുകളിലും ഉജ്ജ്വലമായ അക്ഷരബോധ്യത്തിന്റെ മഹാ അഗ്നികുണ്ഠങ്ങൾ ഉണ്ടാകുമെന്ന് ശ്രീയെ പോലെ എനിക്കും ഉറപ്പ്. അന്ന് ഒരുപക്ഷെ ആ പതിപ്പുകളിൽ ആ അക്ഷരത്തിന്റെ മഹത്തായ ചൂടേൽക്കുവാൻ അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന ആശങ്ക കൊണ്ട് മുന്നോടിയായി കൊളുത്തി വെച്ചുപോയ ഒരു കൊച്ചു മൺചെരാത് മാത്രമാണ് ഒരല്പം അധിക നേരമെടുത്ത് പറഞ്ഞുപോയ ഈ വാക്കുകളെന്ന് ഓർമ്മിപ്പിച്ച് നാളുകളിൽ അക്കാദമി സൃഷ്ടിക്കാനിരിക്കുന്ന അക്ഷര എക്സൈറ്റ്മെന്റുകളുടെ, അക്ഷര തുടിപ്പുകളുടെ മഹാമഴയിൽ അന്ന് നനയാനുള്ള ഭാഗ്യം കിട്ടിയില്ലെങ്കിലോ എന്ന സന്ദേഹം കൊണ്ട് നെഞ്ചിടിപ്പുകൾ ഉരച്ചിന്നൊഴുക്കിയ, മുൻകൂറായ മഴയ്ക്കൊഴുക്കിയ 2 തുള്ളി കണ്ണുനീർ മാത്രമാണ് ഈ സായാഹ്നത്തിൽ പറഞ്ഞുപോയ വാക്കുകൾ എന്നോർമ്മിപ്പിച്ച് വാക്കിൻ്റെ മൺവിളക്ക് നിങ്ങളുടെ അഗ്നികുണ്ഠത്തിനും കയ്യക്ഷരത്തിന്റെ കണ്ണുനീർ നിങ്ങളുടെ ആശയ മഴകൾക്കും സമർപ്പിച്ചടച്ചു വയ്ക്കുന്നു എൻ്റെ വാക്കിന്റെ പുസ്തകം. പ്രശസ്ത നാടൻപാട്ട് കലാകാരി